ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് പാലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ പാല് നന്നായിട്ട് പിരിഞ്ഞ് വരും. അപ്പോൾ പിരിഞ്ഞ് വരുന്നത് കുറവാണെങ്കിൽ കുറച്ചും കൂടിയും ചെറുനാരങ്ങ നീര് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊരു സ്ട്രെയിനറിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് പച്ചവെള്ളത്തിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പിരിഞ്ഞിട്ടുള്ള പാല് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിൽ ഉപ്പോ എരിവോ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിന് പകരം പാല് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിലൊരു ചെറിയൊരു പോരായുണ്ട്, ഒരു മധുരത്തിൻ്റെ പോരായുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ടയോ ഓയിലോ ഒന്നും ചേർക്കാണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.